ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കിന്നൊരു യാത്ര പോയാലോ? പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏതാണ്ട് 75 കിലോമീറ്റർ കാട് തിക് ഫോറസ്റ്റിലൂടെ യാത്ര. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്. ഗവിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ട്രിപ്പ്. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കോട്ടാണ് എനേബിൾ നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിലെ അംഗം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ വണ്ടിയിലല്ല, KSRTCക്കാണ്. കാരണം KSRTCക്ക് ഗവി പോയാലേ നമുക്ക് അവിടെ ഒരു യാത്ര കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏതാണ്ട് 75 കിലോമീറ്ററോളം തിക് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ ഏതാണ്ട് 5 ഡാമുകൾ കടന്നാണ് നമ്മൾ പോകുന്നത്. ഏതാണ്ട് 6 മണിക്കൂറാണ് നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് ആങ്ങമൂഴിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡോ വെള്ളമോ ഒന്നും കിട്ടത്തില്ല. ഈ ഗവി അല്ലെങ്കിൽ കുമളി എത്തും. നമുക്ക് ഗവിക്കല്ല ടിക്കറ്റ് എടുക്കുന്നത്, ഡയറക്റ്റ് കുമളിക്കാണ്. ഗവി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കുമളിക്കാണ് പോകുന്നത്. അപ്പോൾ ഡെയിലി 3 സർവീസാണ് KSRTC ഗവിക്ക് നടത്തുന്നത്. രാവിലെ 5:30, രാവിലെ 6:30, പിന്നെ ഉച്ചയ്ക്ക് 12:30. ഇങ്ങനെയാണ് ആ ഒരു സർവീസ് ടൈം വരുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, വണ്ടിയുടെ ടൈം, തിരിച്ച് വരുന്ന ടൈം എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നമ്മളിന്ന് രാവിലെ 5:30 വണ്ടിക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക്. അങ്ങനെ രാവിലെ 6:45 ആയപ്പോഴത്തേക്കും നമ്മൾ ആങ്ങമൂഴി എത്തി. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കാണ്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡോ വെള്ളമോ ഒന്നും അവൈലബിൾ അല്ല. ഇതാണ് നമ്മൾ വന്ന നമ്മുടെ ഗവി ബസ്. അങ്ങനെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടുന്നാണ് നമ്മൾ ഗവിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇവിടുന്ന് വെള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെ ഏതാണ്ട് 75 കിലോമീറ്ററോളം തിക് ഫോറസ്റ്റാണ്. ഏതാണ്ട് 4 മണിക്കൂർ യാത്ര. നമ്മുടെ സ്വകാര്യ വാഹനങ്ങളും നമുക്ക് ഗവിക്ക് പോകാൻ വേണ്ടി സാധിക്കും. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ 11 മണി വരെയായിരിക്കും കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിന് വണ്ടി കടത്തിവിടുക. അതിന് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബുക്ക് ചെയ്ത് 30 വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഈ വഴി എൻട്രി ഉള്ളത്. രാവിലത്തെ 2 KSRTC സർവീസ് പോയതിന് ശേഷം മാത്രമായിരിക്കും സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുക. ആദ്യത്തെ ഡാമായിട്ടുള്ള മൂഴിയാർ ഡാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാണ് മൂഴിയാർ ഡാം. മൂഴിയാർ ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ ബസ് പോകുന്നത്. അങ്ങനെ മൂഴിയാർ ഡാമിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. രാവിലെ ഇളം കോടം മഞ്ഞിലുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. നമ്മൾ ആ ഡാമിൻ്റെ മുകളിലോട്ടാണ് ഇപ്പോൾ നമ്മുടെ ബസ് വന്നത്. ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പ്. ശബരി ജലവൈദ്യുത പദ്ധതിയുടെ പൈപ്പ് ലൈനാണിത്. അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും കോടയൊക്കെ ഇറങ്ങി. നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തണുപ്പുണ്ട് കേട്ടോ. എന്നാലും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആനിമൽ സ്പോട്ടിംഗ് ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഏത് നിമിഷവും ആനകളെയും അതുപോലെ തന്നെ കാട്ടുപോത്തിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. കോടമഞ്ഞായതുകൊണ്ട് തന്നെ ആനിമൽസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെ കാണാനുള്ള ചാൻസ് കുറവാണ്. റോഡിൻ്റെയൊക്കെ വീതി വളരെ കുറവാണ്. കഷ്ടിച്ചൊരു ബസ്സിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന റോഡുകളാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നതിന് നമുക്ക് സൈഡ് കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്.
മുന്നോട്ട് പോകുന്തോറും പ്രതീക്ഷ കൂടിക്കൂടി വരികയാണ്. ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് വണ്ടിയിലുള്ള എല്ലാ യാത്രക്കാരും. ആ കോടമഞ്ഞിൻ്റെ ആ ഒരു തണുപ്പും ഉൾക്കാട്ടിലെ ഈ ഒരു കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ പോകാൻ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ആദ്യത്തെ ആനിമൽ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. കരിങ്കുരങ്ങുകളാണ്, ധാരാളം ഉണ്ട് മരങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ അതാ ഒരു KSRTC ബസ്. ഇത് കുമ്മളിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് രാവിലെ 5:30 അവിടുന്ന് പുറപ്പെടുന്ന ബസ്സാണിത്. അങ്ങനെ രണ്ടാമത്തെ ഡാമായിട്ടുള്ള കക്കി ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ ബസ് നിർത്തി തന്നിരിക്കുകയാണ്. കക്കി ഡാമിൻ്റെ ഒരു കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ. അപ്പോൾ ഇവിടെ അടിപൊളി നല്ല കോടമഞ്ഞുണ്ട്, തണുപ്പുണ്ട്, അതുപോലെ നല്ല കാറ്റുമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ബാ, ഇതാണ് കക്കി ഡാമിൻ്റെ ആ ഒരു പരിസരത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അടിപൊളിയാണ്. ആ ഒരു കാറ്റും തണുപ്പും ഈ ഒരു കാഴ്ചകളൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മൾ വന്ന ബസ്. അങ്ങനെ കക്കി ഡാമിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കക്കി ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇടുക്കി ഡാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആഴമുള്ള ഡാമാണ് നമ്മുടെ കക്കി ഡാം. അങ്ങനെ നമ്മൾ കക്കി ഡാമിലേക്ക് കയറുകയാണ്. ശകലം സ്പേസേ ഉള്ളൂ, അതിലൂടെയാണ് നമ്മുടെ ബസ് പോകുന്നത്. ഇടുക്കി ഡാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആഴമേറിയ ഡാമാണ് നമ്മുടെ കക്കി ഡാം. അതിൻ്റെ കക്കി ഡാമിൻ്റെ ആഴം മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു വിഷ്വൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആഴമുണ്ട് നമ്മുടെ കക്കി ഡാമിൽ നിന്നുള്ളത്. ഈ രണ്ട് മലകൾക്കിടയിലൂടെ കാണുന്ന ദൂരെ കാണുന്ന മലയാണ് ശബരിമലയിൽ മകരവിളക്കിന് ദീപം തെളിയുന്ന പൊന്നമ്പലമേട്. അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ അടുത്ത ആനിമൽ സ്പോട്ടിങ് കാട്ടുപന്നിയാണ്. ഈ കക്കി ഡാമിൻ്റെ പരിസരത്തായിട്ട് ഒരുപാട് കാട്ടുപന്നി കൂട്ടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അടുത്ത ഡാമായിട്ടുള്ള ആനത്തോട് ഡാമിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് ആനത്തോട് ഡാം. ഈ ഡാം നമ്മൾ ഓർഡിനറി സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് സീനിൽ ആസിഫ് അലി ഈ ഡാമിൻ്റെ മുകളിൽ നിന്നാണ് വെള്ളത്തിലേക്ക് ചാടുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അടുത്തൊരു ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് അല്ല ഇത്, അതിന് മുമ്പുള്ള ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മൾ ബസ്സിൽ എത്ര പേരുണ്ടെന്നുള്ള കണക്ക് ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ നീണ്ട 3-4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗവി എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗവി ജംഗ്ഷൻ. ഇവിടെ അങ്ങനെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഗവിയിലെ മെയിനായിട്ട് പറയാനുള്ള ഒരു കട. ഒരു നീതി സ്റ്റോറുണ്ട്, ഒരു പൊതുവിതരണ കേന്ദ്രമുണ്ട്, ഒരു ബാങ്ക്. ഇത്രയാണ് നമ്മുടെ ഗവിയിലെ പറയാൻ വേണ്ടിയിട്ടുള്ള കട എന്ന് പറയുന്നത്. അങ്ങനെ ഗവി വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗവി വ്യൂ പോയിന്റ്. അങ്ങനെ ഗവിയിൽ നിന്നും കുമളിയിലേക്ക് നമ്മൾ പോവുകയാണ്. വണ്ടിപ്പെരിയാറൊക്കെ എത്താറാവുന്നു. ഈ കുമളിയിലേക്കുള്ള യാത്രക്കിടയിൽ നമുക്കിതുപോലെ ധാരാളം തേയിലത്തോട്ടങ്ങളും പ്ലാന്റേഷൻസും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും.
അതുപോലെ നല്ല ഒരു ഇളം തണുപ്പും ഉണ്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. ചൂട് അങ്ങനെ അനുഭവപ്പെടുന്നില്ല. അങ്ങനെ കുമളിയിൽ നിന്ന് നമ്മൾ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോവുകയാണ്. എനിക്ക് കുമളിയിലെയോ അതുപോലെ തന്നെ വരുന്ന വഴിക്ക് 2 ഡാമിൻ്റെ ഒന്നും വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ക്യാമറയുടെ ചാർജൊക്കെ തീർന്നു പോയിരുന്നു. തിരിച്ച് നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോവുകയാണ്. അങ്ങനെ അടുത്തൊരു ആനിമലിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു കാട്ടുപോത്താണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കാട്ടുപോത്താണിത്. അങ്ങനെ ആനകളെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങ് ആ ഒരു മലയിൽ നമുക്ക് ആനകളുണ്ട്. പക്ഷേ ഈ കോടയുടെ ഒരു ഇത് കാരണം നമുക്ക് ക്യാമറയിൽ അത്ര വിഷ്വലി ക്ലിയർ അല്ല. ഏതാണ്ട് ഒരു 5 ആനയോളം ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി ഇവിടെ നിർത്തി തന്നിട്ടുണ്ട് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗവിയിലെ കാഴ്ചകൾ. എന്തായാലും അടിപൊളിയായിരുന്നു യാത്ര. കുറേ എക്സ്പീരിയൻസ് കിട്ടി. അതുപോലെ തന്നെ കുറേ ആനിമൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ആനയൊക്കെ ഇച്ചിരി ദൂരത്താണ് കണ്ടത്. കോടമഞ്ഞിൻ്റെ ആ ഒരു ഇതുകൊണ്ടൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി സാധിച്ചില്ല. സോ എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. എന്തായാലും മസ്റ്റ് ട്രൈ ഒരു യാത്രയാണിത്. നിങ്ങളും പോകണം. അന്ന് KSRTCക്ക് പോയാലേ അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ കുറേ അവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിത സ്റ്റൈലൊക്കെ നമുക്ക് മനസ്സിലാവും. സോ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ എത്തും. ഇസ് മ്യൂറിഷി സൈനിങ് ഓഫ് ഫ്രം ഗൗരംഗ വ്ളോഗ്സ്. ബൈ.